പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഭൂതകാലത്ത് സമരപരമ്പരകളിൽ അടഞ്ഞുപോയ കശുവണ്ടി ഫാക്ടറികളുടെ സ്ഥാനത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമുദ്രോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വലിയ ഫാക്ടറികളാൽ കൊല്ലം ഇപ്പോൾ സമ്പന്നമാണ്. തിരുവനന്തപുരത്തെ സ്പേസ് പാർക്കിൽ ഒരു വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബിൽ പൂർണ്ണമായും കേരളത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു സ്വകാര്യ വാണിജ്യ ഉപഗ്രഹം അടുത്തയാഴ്ച വിക്ഷേപണത്തിനായി തയ്യാറെടുക്കുകയാണ്. വിഴിഞ്ഞം മാരിടൈം കോറിഡോറിലെ ഒരു ആധുനിക കൺട്രോൾ റൂം ദുബായിലെയോ സിംഗപ്പൂരിലെയോ തുറമുഖങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വരിവരിയായി കിടക്കുന്നു. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഗ്രീൻ അമോണിയയും ഗ്രീൻ ഹൈഡ്രജനും വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ബങ്കറിംഗ് ടെർമിനലിൽ കപ്പലുകൾ ഇന്ധനം നിറയ്ക്കാനായി കാത്തുനിൽക്കുകയാണ്. ഒരു കാലത്ത് വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോയ മലയാളി യുവാക്കൾ ഇന്ന് തുറമുഖത്തിന് തൊട്ടടുത്തുള്ള പോർട്ട് സിറ്റിയിൽ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് കമ്പനികളിൽ ഉയർന്ന ശമ്പളമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നു. ഇനി ആലപ്പുഴയിലേക്ക് വന്നാലോ, സൗത്ത് കേരള എക്കണോമിക് കോറിഡോറിലൂടെ തടസ്സമില്ലാതെ ചരക്ക് വാഹനങ്ങൾ നീങ്ങുന്നു. ഇതിൽ ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി തലസ്ഥാനമായി മാറിയ ആലപ്പുഴയിലെ ഒരു ആധുനിക ലാബിലിരുന്ന് ഒരു കൂട്ടം മലയാളി ശാസ്ത്രജ്ഞർ കടൽ പായലുകളിൽ നിന്നും ആഗോള വിപണിയിലേക്കുള്ള പ്രകൃതിദത്ത ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നു. തൊട്ടപ്പുറത്ത് കൊല്ലത്തെ റെയർ എർത്ത് ഇടനാഴിയിൽ നിന്നും സംസ്കരിച്ചെടുത്ത തന്ത്രപ്രധാന ധാതുക്കൾ ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രോണിക്സ് കമ്പനികളിലേക്ക് കയറ്റി അയക്കാൻ പാക്ക് ചെയ്യുന്നു. കോഴിക്കോട് ലൈറ്റ് മെട്രോ വന്നതോടെ ആ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. ഉച്ചമയക്കത്തിലെ കിറുക്കല്ല, പരമ്പരാഗതമായ വിദേശ റെമിറ്റൻസിനെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കേരളത്തെ ഒരു ആഗോള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് എക്കോണമിയാക്കി മാറ്റാനുള്ള വിപ്ലവാത്മകമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച നവയുഗ കേരളത്തിൻ്റെ വികസന ബ്ലൂ പ്രിൻ്റ് എന്ന വിശേഷണത്തോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കേരളം ഉപയോഗിച്ചാൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകാർ, നിക്ഷേപകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്നിവർക്കായി തുറക്കുന്ന അസാധാരണ അവസരങ്ങളാകും ഇതൊക്കെ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശം, കൊച്ചി വിഴിഞ്ഞം തുറമുഖങ്ങൾ, അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ, 17 മൈനർ തുറമുഖങ്ങൾ എന്നിവയെ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര പദ്ധതിയിലൂടെ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നു. ഇതിനായി 400 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് അവസരങ്ങൾ? വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് സമീപം മാനുഫാക്ചറിംഗ് സോണുകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ടുകൾ എന്നിവ സ്ഥാപിക്കാൻ സംരംഭകർക്ക് അവസരം തുറക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ഇന്ത്യയിലെ പ്രധാന ഗ്രീൻ ബങ്കറിംഗ്, അതായത് പരിസ്ഥിതി സൗഹൃദ ഇന്ധന വിതരണ കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ ഇക്കോ ഫ്യൂവൽ ബിസിനസ്സുകൾക്ക് വലിയ സാധ്യത തുറക്കുന്നു. എന്താണ് ഇക്കോ ഫ്യൂവൽ ബിസിനസ്? പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായ ജൈവ സൗഹൃദ ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംരംഭമാണിത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ബയോഡീസൽ, ബയോ എത്തനോൾ, ഗ്രീൻ ഹൈഡ്രജൻ, ബയോഗ്യാസ്, സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ എന്നിവ ഈ ബിസിനസിന്റെ പരിധിയിൽ വരുന്നു. സമീപഭാവിയിൽ സബ്സിഡികളും നികുതി ഇളവുകളും ലഭിക്കുന്ന ഏറ്റവും ലാഭകരമായ ഒരു ഹരിത സംരംഭമായിരിക്കും ഇത്. ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനമാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ 3 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സമഗ്ര സാമ്പത്തിക മേഖല രൂപീകരിക്കുമെന്നത്. ഇതിനായി കോറിഡോറിന് 50 കോടിയും റെയർ എർത്ത് ഇടനാഴിക്ക് 100 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ഇത് പ്രാവർത്തികമായാൽ തിരുവനന്തപുരം നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മിനറൽ പ്രോസസ്സിംഗ് ആൻഡ് റെയർ എർത്ത് കേന്ദ്രമായും, ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി തലസ്ഥാനമായും മാറും. അതത് മേഖലകളിലെ അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണാധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഇവിടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാൻ ബജറ്റിൽ 200 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ അനുബന്ധ ബിസിനസ്സുകൾ എന്നിവയ്ക്ക് സാധ്യത തുറക്കും. ഇവിടെ ചില അലൈഡ് ബിസിനസ്സുകൾക്കും സാധ്യതയുണ്ട്. സിമുലേറ്റർ അധിഷ്ഠിത പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, വിമാന അറ്റകുറ്റപ്പണികൾക്കുള്ള MRO സെക്ടർ, ഫ്രീ ട്രേഡ് വെയർഹൌസ് സോണുകൾ, അഗ്രികൾച്ചർ, ഫാർമസ്യൂട്ടിക്കൽ കാർഗോകൾക്കായുള്ള ഇൻ്റഗ്രേറ്റഡ് പാക്ക് ഹൗസുകൾ എന്നിവ സ്ഥാപിക്കാനുള്ള മികച്ച അവസരമാണിത്. അടുത്തത് കേരള MSME ഗ്രോത്ത് സ്കീമാണ്.
സംസ്ഥാനത്ത് 10,000 പുതിയ MSME സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി രൂപീകരിച്ച ഈ പദ്ധതിക്ക് 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾക്ക് ശക്തമായ നികുതി ആനുകൂല്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗും ലഭിക്കുമെന്നതാണ് പ്രത്യേകത. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നവർക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കാനും അവസരം വരാം. പുതിയ സംരംഭകർക്ക് ഗൈഡൻസ് നൽകാൻ സ്പെഷ്യലൈസ്ഡ് ടെക്നോ മെന്റർമാരുടെയും മാനേജ്മെന്റ് മെന്റർമാരുടെയും സഹായം സർക്കാർ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവറാണ് മറ്റൊരു പ്രഖ്യാപനം. തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും ഭാവിയിലേക്ക് ആവശ്യമുള്ള സ്കില്ലുകളും ട്രാക്ക് ചെയ്യുന്നതിനായി രൂപീകരിക്കുന്ന ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡ്വാൻസ് മാനുഫാക്ചറിംഗ്, ഗ്രീൻ എക്കോണമി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ പുതിയ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ, എടെക് സ്റ്റാർട്ടപ്പുകൾ എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനുള്ള കൃത്യമായ ഡാറ്റയും മാർഗനിർദ്ദേശവും ഇതിലൂടെ ലഭിക്കും. അതുപോലെയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച സ്പേസ് എക്കോണമിയും സ്പേസ് പാർക്കും. സാറ്റലൈറ്റ് അല്ലെങ്കിൽ റോക്കറ്റ് നിർമ്മാണം പോലുള്ള അപ്സ്ട്രീം മേഖലകളിലും ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള ഡൗൺസ്ട്രീം മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭങ്ങൾക്ക് ആവശ്യമായ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ വേഗത്തിൽ ലഭ്യമാക്കും. സ്പേസ് ടെക്നോളജിയിൽ താൽപ്പര്യമുള്ള യുവ എഞ്ചിനീയർമാർക്ക് സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണിത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരവസരമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് സിറ്റി. ഏഷ്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഡെസ്റ്റിനേഷനായി മാറാൻ പോകുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അവസരങ്ങൾ എന്താണെന്ന് വെച്ചാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, റിസർച്ച് ലബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയുടെ ഒരു വലിയ എക്കോസിസ്റ്റമായി കേരളം മാറും. ഹെൽത്ത് കെയർ സെക്ടറിലും മെഡിക്കൽ ടൂറിസത്തിലും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വലിയ നിക്ഷേപകർക്കും ഫാർമ സ്റ്റാർട്ടപ്പുകൾക്കും ഇതോടെ സുവർണ അവസരമാണ്. റിന്യൂവബിൾ എനർജി ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ബജറ്റിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്കായി ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഡാമുകളിലും ജലാശയങ്ങളിലും ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കും. പംപ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ്, ഗ്രീൻ അമോണിയ, ഗ്രീൻ മെത്തനോൾ, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം എന്നിവയിൽ വൻകിട നിക്ഷേപങ്ങൾക്ക് അവസരമുണ്ട്. കൂടാതെ എല്ലാ പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ബിസിനസ്സുകൾക്കും സാധ്യതയുണ്ട്. കൂടാതെ കേരളത്തിന്റെ തനതുൽപ്പന്നങ്ങൾ ലോകവിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ, സീ ഫുഡ്, കൈത്തറി, ആധികാരിക ആയുർവേദ ഉൽപ്പന്നങ്ങൾ, കശുവണ്ടി, കയർ തുടങ്ങിയവ ഇടനിലക്കാരില്ലാതെ അന്താരാഷ്ട്ര മാർക്കറ്റിലെത്തിക്കാൻ കേരള മാർക്ക് സർട്ടിഫിക്കേഷൻ വരുന്നു. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഉൽപ്പാദകർക്കും കയറ്റുമതിക്കാർക്കും പ്രീമിയം ബ്രാൻഡിങ്ങിലൂടെ ഉയർന്ന മൂല്യം കണ്ടെത്താൻ സാധിക്കും. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബായി കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റ് മാറും. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സപ്ലൈ ചെയിനിന്റെ ഭാഗമാകാൻ ഇത് അവസരമൊരുക്കും. ഫർണിച്ചർ, പ്ലൈവുഡ് വ്യവസായ മേഖലയിലുള്ളവർക്ക് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ആഗോള വിപണിയിലേക്ക് വളരാനും ഇത് സഹായിക്കും. മലയാളം AI ഇനീഷ്യേറ്റീവ് മറ്റൊരവസരമാണ്. മലയാളം AI മോഡലുകൾ വികസിപ്പിക്കുന്നതിനായി ഒരു ഓപ്പൺ മലയാളം ഡാറ്റാ സെറ്റ് നിർമ്മിക്കാൻ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. AI മേഖലയിലെ മലയാളി ടെക്കികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രാദേശിക ഭാഷാ സാങ്കേതിക വിദ്യയിൽ പുതിയ പ്രൊഡക്റ്റുകൾ വിപണിയിലിറക്കാൻ ഇത് വലിയ പിന്തുണയാകും. ചുരുക്കത്തിൽ, പരമ്പരാഗത ബിസിനസ് രീതികളിൽ നിന്നും മാറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ എനർജി, ആധുനിക ലോജിസ്റ്റിക്സ്, മൂല്യവർദ്ധിത തനതുൽപ്പന്നങ്ങൾ, ടൂറിസം ക്ലസ്റ്ററുകൾ എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ സംരംഭങ്ങൾ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് പുതിയ ബജറ്റ് അവസരമൊരുക്കുന്നത്. VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഫ്യൂച്ചർ എനർജി, മാരിടൈം വികസനം, സദേൺ കേരള എക്കണോമിക് കോറിഡോർ എന്നിവയൊക്കെ രാജ്യത്തിൻ്റെ പൊതുവായുള്ള വികസന സങ്കല്പങ്ങളുടെ ചുവട് പിടിച്ചു നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ വികസിത് ഭാരതം എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് കേരളവും ചിന്തിച്ചു തുടങ്ങുന്ന ആവേശകരമായ യാഥാർത്ഥ്യം കാണാതിരിക്കാനാകില്ല. നിങ്ങൾ എന്തു പറയുന്നു? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി, വികസന വാർത്തകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുക.